അതിൽ തൃശ്ശൂർ മാളയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS സംസ്ഥാന സംഘടനാ നേതാവ് ലോജൻ അമ്പാട്ടിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, തൃശ്ശൂർ ജില്ലയിൽ പൊതുവേ ഈ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? അതുപോലെ അവിടെ സ്വകാര്യ ബസ് സർവീസുകൾ ഒരുപാടുള്ള സ്ഥലമാണല്ലോ, എങ്ങനെയാണ് കാര്യങ്ങൾ? തൃശ്ശൂർ നഗരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തോ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. KPMS സംഘടന നീക്കം നടത്തി. ആ സമയത്താണ് ഇത്തരത്തിൽ ലോജൻ അമ്പാട്ട് എന്ന നേതാവിനെ അവിടെ നിന്ന് ഈ മാള ബസ് സ്റ്റാൻഡിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. മാളയിൽ മാത്രമല്ല, ഇരിഞ്ഞാലക്കുട ടൗണിലും സമാനമായ രീതിയിൽ വന്ന് വാഹനങ്ങൾ തടയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് സമാധാനപരമായിട്ടായിരുന്നു. ഹർത്താലിനോട് സഹകരിക്കണം, ഇത് ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞായിരുന്നു അത്തരത്തിൽ തടയാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായാലും ആ മേഖലയിൽ കടകൾ അടപ്പിക്കാനുള്ള നീക്കമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ, അതായത് ഇരിഞ്ഞാലക്കുട മാള മേഖലയിലല്ലാതെ മറ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെ കാര്യമായ രീതിയിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ വാഹനം തടയുന്നതോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് കനത്ത ജാഗ്രതയിലാണ്. പല മേഖലയിലും പോലീസിന്റെ സംഘം ഇപ്പോഴും വിന്യസിച്ചു നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.